പാകിസ്ഥാന്റെ ഭീകരതയെ തുറന്നുകാട്ടാനും പെഹൽഗാം ഭീകരാക്രമണത്തിലുള്ള പാകിസ്ഥാന്റെ പങ്ക് വിദേശ രാജ്യങ്ങളെ അറിയിക്കുന്നതിനുമായുള്ള പ്രതിനിധി സംഘം ഇന്ന് യാത്ര ആരംഭിക്കും. ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സംഘം UAE-യിലേക്ക് തിരിക്കും. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ജപ്പാനിലേക്കും പോകും. 7 സംഘങ്ങളിലായി 59 നേതാക്കളാണ് വിവിധ രാജ്യങ്ങളിലേക്ക് തിരിക്കുക. ഗൗതം ചേരുന്നു. ഗൗതം, 7 സംഘങ്ങളായി വിവിധ രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘം ഇന്ന് യാത്ര തിരിക്കുമ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുക ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള സംഘം UAE-യിലേക്ക് തിരിക്കുന്നതോടുകൂടിയായിരിക്കും. എന്തായാലും ലോകത്തെ അറിയിക്കുക ഭീകരതയ്ക്കെതിരെയുള്ള ഭാരതത്തിന്റെ നിലപാട്, അതോടൊപ്പം പെഹൽഗാം ഭീകരാക്രമണത്തിലുള്ള പാകിസ്ഥാന്റെ പങ്ക്, ഇതെല്ലാം കൃത്യമായി തന്നെ ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിനിധി സംഘം യാത്ര തിരിക്കുമ്പോൾ അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്? രോഹിണിയും 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പാകിസ്ഥാന്റെ ഭീകര മുഖം തുറന്നു കാട്ടുക എന്നുള്ളത്. തുടർച്ചയായി നമ്മുടെ രാജ്യത്തേക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ഭീകരതയെ അതിർത്തിയിലൂടെ കയറ്റി അയക്കുകയും ചെയ്യുന്ന പാകിസ്ഥാനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി അവരുടെ ഭീകര മുഖം എത്രത്തോളം വികൃതമാണ് എന്നത് ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കുക എന്നത് ഈ യാത്രയുടെ ഒരു ലക്ഷ്യം. ഒപ്പം നമ്മൾ നടത്തുന്ന ഭീകര വിരുദ്ധ പോരാട്ടം എങ്ങനെയാണ്, അത് ആഗോളതലത്തിൽ തന്നെ എന്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നതിനെപ്പറ്റി ലോകരാജ്യങ്ങളെ ധരിപ്പിക്കുക. ഈ 2 ലക്ഷ്യത്തോടു കൂടിയാണ് 7 അംഗ ഡെലിഗേഷൻ വിവിധ രാജ്യങ്ങളിലേക്ക് പോകാനൊരുങ്ങുന്നത്. അതിൽ ആദ്യ സംഘം ഇന്ന് രാത്രിയോടുകൂടി പുറപ്പെടും. ഇന്ന് രാത്രിയിൽ 2 സർവകക്ഷി സംഘങ്ങളാണ് ആദ്യ യാത്ര തുടങ്ങുന്നത്. ഒന്ന്, ശിവസേനയുടെ MP, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ നേതൃത്വം നൽകുന്ന 7 അംഗ സംഘമാണ്. അവർ പോകുന്നത് UAE അടങ്ങുന്ന രാജ്യങ്ങളിലേക്കാണ്. അതായത് UAE, ലൈബീരിയ, അതോടൊപ്പം തന്നെ റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നീ രാജ്യങ്ങളാണ് ഈ ശ്രീകാന്ത് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള ടീം സന്ദർശിക്കുന്നത്. അതില് ET മുഹമ്മദ് ബഷീർ, മലയാളിയായിട്ടുള്ള ET മുഹമ്മദ് ബഷീറും ഈ ഒരു സംഘത്തിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു സംഘം ജപ്പാനിലേക്ക് കൂടി പോകുന്നുണ്ട്. അത് സഞ്ജയ് ഝാ, JDU-ന്റെ MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജപ്പാനിലേക്ക് പോകുന്നത്. അതിലൊരു മലയാളി ഉള്ളത് ജോൺ ബ്രിട്ടാസ് ആണ്, CPM-ന്റെ രാജ്യസഭാ കക്ഷി നേതാവ് കൂടിയാണ്. അങ്ങനെ ഈ 2 ടീമുകളാണ് ഇന്നിപ്പോൾ ആദ്യഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക്, അതിൽ ഒന്ന് ജപ്പാനിലേക്കും മറ്റൊന്ന് UAE-യിലേക്കും പോകാൻ പോകുന്നത്. ഏതായാലും വിവിധ രാജ്യങ്ങളെ ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ ഭീകരമുഖവും അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള നിർണായകമായ അല്ലെങ്കിൽ കടുത്തതായ തീരുമാനങ്ങൾ അയൽ രാജ്യത്തിനെതിരെ എടുക്കേണ്ടി വന്നു എന്നതിനെപ്പറ്റി ലോകത്തിന് മുന്നിൽ വിശദീകരിക്കുക, അതിലൂടെ പാകിസ്ഥാന് ഉപരോധം ഉൾപ്പെടെ ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്നത് ധരിപ്പിക്കുക എന്നതാണ് ഈ ലക്ഷ്യം. എന്തായാലും വിവിധ രാജ്യങ്ങളിലേക്ക് പോയി ഏതാണ്ട് ജൂൺ മാസത്തിലെ ആദ്യ ആഴ്ചയോടുകൂടിയാകും ഈ സംഘം തിരികെ വരിക. അതോടുകൂടി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഏതാണ്ട് 59ഓളം MP-മാരെ 7 ടീമുകളായി നിശ്ചയിച്ചുകൊണ്ട്, അതിനെല്ലാം ഓരോ ടീം ലീഡർമാരെയും നിശ്ചയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിവിധ ഡെലിഗേഷനുകളെ വിവിധ രാഷ്ട്രങ്ങളിലേക്ക് ഇപ്പോൾ ഭാരതം അയക്കുന്നത്. രോഹിണി. ശരി, ഗൗതം അനന്തനാരായണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.